ഹലോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചൂര കിട്ടി കേട്ടോ. അപ്പോൾ ഈ ചൂരയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് കുറച്ച് ചൂര വാങ്ങി. അപ്പോൾ ഈ നല്ല പിടയ്ക്കണ ചൂര കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയെല്ലാം എല്ലാവരുടെയും ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ. അവരവർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, എരിവ് കൂടുതൽ വേണം കൂടുതൽ വേണ്ട എന്നുള്ള ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് എരിവ് ചേർക്കുക. പിന്നെ അത് കൂടാതെ ലേശം കുരുമുളക് പൊടി ചേർത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു, ലേശം ഇച്ചിരി ഉപ്പും കൂടി ഇടാം നമുക്ക്. അപ്പോൾ അതേ ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി മുളക് പൊടിയും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നല്ലപോലെ അതിലേക്ക് പിടിക്കാൻ പാകത്തിന് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നല്ലപോലെ അങ്ങോട്ട് തേച്ചിട്ട് ഇനി അതിനകത്തേക്ക് ഞങ്ങളുടെ രീതി അനുസരിച്ചാട്ടോ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അത് നല്ലപോലെ അതിനകത്ത് തേച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം വെക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം പൊത്തി നല്ല വൃത്തിയായിട്ട് തേച്ച് 10 മിനിറ്റ് അങ്ങനെ പൊത്തി വെച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീ കത്തിച്ച് പാനെടുപ്പത്ത് വെച്ചു. അപ്പോൾ പുതിയ പാനാട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അതിനകത്ത് മീൻ വറക്കുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ ഒരുപാടൊന്നും ഒഴിക്കില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുള്ളൂ. കാരണം ഒരുപാടൊന്നും കൊളസ്ട്രോളൊന്നും വരുത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചിട്ട് ഓരോ കഷ്ണമായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നല്ല വൃത്തിയായിട്ട് കാണാനൊരു വൃത്തിയായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ നല്ല ചൂരയുടെ നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ നല്ല മൂക്കിലേക്ക് അടിക്കുമ്പോൾ നല്ല ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ തോന്നും. അപ്പോൾ അതുപോലെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു വശം വെന്തിട്ടുണ്ട്. അപ്പോൾ മറിച്ചിടാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലപോലെ മറിച്ചിട്ട് അകവും പോരോ നല്ലപോലെ വേവിച്ചിടണം. അപ്പോൾ 2 വശം മറിച്ചിടാൻ നോക്കുന്നത് മറിച്ചിട്ടിട്ട് ഇനി അത് അപ്പുറത്തെ വശം കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു മീൻ ഫ്രൈ ആയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ.